കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, ഒരേ സ്വപ്നം ഒന്നിലധികം പേർ കണ്ടാൽ. നമുക്ക് കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരേ സ്വപ്നം നമ്മൾ ഒന്നിലധികം പേര് കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു വീട്ടിലെ അച്ഛന് ലോട്ടറി അടിക്കുന്നതായിട്ട് അച്ഛൻ തന്നെ സ്വപ്നം കാണുക, ഭാര്യയും കാണുക, മക്കളും ഒരുപോലെ തന്നെ കാണുക. അത് നിശ്ചിത കാലയളവ്, ചിലപ്പോൾ 1 മാസം 2 മാസത്തിനുമായിട്ട് അത് സംഭവിക്കുക. എല്ലാവരും ഒരുപോലെ കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്നാണ് പറയുന്നത്. ദേവപ്രശ്നാദി വിഷയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ റിപ്പീറ്റേഷൻ, ഓരോ ഭാവങ്ങളെ കൊണ്ടും ഓരോ സ്ഫുടങ്ങളെടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴും ഒരേ കാര്യങ്ങളെ തന്നെ, അല്ലെ ഒരേ ഫലങ്ങളെ തന്നെ ഒരുപാട് ജ്യോത്സ്യന്മാർ ഒന്നിലധികം പ്രാവശ്യങ്ങൾ പറഞ്ഞു എന്ന് വരാം. റിപ്പീറ്റേഷൻ വരുന്തോറും ആ കാര്യത്തെ ഉറപ്പിക്കണമെന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്തുകൊണ്ടാണ്? അത് ശരിയാണ്, അത് ഉറപ്പിക്കേണ്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ ഒന്നിലധികം പേര് ഈ സ്വപ്നം കാണുക. നല്ല സ്വപ്നമാണെങ്കിൽ വീട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, വീട്ടിന് പുറത്തുള്ളവരോട് പറയാൻ നിൽക്കണ്ട, സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെയുള്ളവരോടൊന്നും പറയാൻ നിൽക്കണ്ട. നല്ല സ്വപ്നമാണെങ്കിൽ, നല്ല സ്വപ്നം ഫലിക്കേണ്ടുന്ന കാര്യം, അതുകൊണ്ടാണ് പറയണ്ടെന്ന് പറഞ്ഞു. വീട്ടിലുള്ളവരോട് അന്യോന്യം പറഞ്ഞു, വിഷയമില്ല. ചീത്ത സ്വപ്നമാണ് നമ്മൾ കാണുന്നത്, ഒരാൾക്ക് അപകടം പറ്റുന്നു, അല്ലെ കരിനാഗങ്ങളെ കാണുക, സർപ്പം കൊത്താൻ വരുന്നതായിട്ട് കാണുക, ഈ വളർത്തു മൃഗങ്ങൾ അല്ലെങ്കിൽ ഈ നീച മൃഗങ്ങൾ, ദുഷ്ടമൃഗങ്ങളെ കാണുക, ദുഷ്ടയായിട്ടുള്ള മനുഷ്യരെ കാണുക, ആക്രമണങ്ങൾ കാണുക, യുദ്ധം കാണുക, ചോര കാണുക, കള്ളന്മാരെ കാണുക, മോഷണം സംഭവിക്കുന്നതായിട്ട് കാണുക, തീപിടുത്തം ഉണ്ടാവുന്നതായിട്ട് കാണുക, പൊട്ടിത്തെറികൾ കാണുക, കേസ് വഴക്കുകൾ കാണുക, ജയിൽവാസം കാണുക. ഇതെല്ലാം വളരെ ദോഷകരമായിട്ടുള്ള സ്വപ്നങ്ങളാണ്. അപ്പം ഈ ദോഷകരമായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എന്ത് വേണം? ആ ദോഷമായ സ്വപ്നങ്ങൾ എല്ലാവരോടും തുറന്നു പറയണം. അതുപോലെ ദോഷമായ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ കണ്ടു കഴിഞ്ഞാൽ, ഒരാഴ്ചയ്ക്ക് അല്ലെങ്കിൽ 1 മാസത്തിനോ എല്ലാവരും ഒരുപോലെ ഈ സ്വപ്നം കാണുക. ഈ അവസരത്തിൽ അതിനെ നമുക്ക് നേരിടാനായിട്ട്, അല്ലെ ആ ഒരു ദോഷത്തിനെ മറികടന്നു പോകുന്നതിനായിട്ട് പ്രതിവിധികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് വരാൻ പോകുന്ന ഒരു ആപത്ത് ഈശ്വരൻ തന്നെ, ഭഗവാൻ തന്നെ നമുക്ക് നേരിൽ കാട്ടിത്തരുന്നതാവാം. നേരിൽ കാട്ടി തന്നിട്ടും പരിഹരിക്കാൻ പറ്റില്ല, എന്ത് വേണം? അവനവൻ്റെ വിധിയാണെന്ന് പഴിച്ച് അതിൽ വരുന്നത് പോലെ വരട്ടെ എന്നങ്ങ് ജീവിക്കുക. മനുഷ്യർ 3 തരമാണ്. പ്രശ്നം വരുന്നതിന് മുമ്പ് പ്രശ്നത്തെ പരിഹരിക്കുന്നവരുണ്ട്, പ്രശ്നം വന്ന ശേഷം അതിനെ പരിഹരിക്കുന്നവരുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്കൊന്നുമില്ലേ, അല്ലെ എന്നെ ബാധിക്കത്തില്ലേ, അല്ലെ വരുന്ന പോലെ വരട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിൽ ആദ്യം പറഞ്ഞ 2 വിജയസാധ്യതയുള്ളതാണ്. മൂന്നാമത് പറഞ്ഞ എന്തുവാ? എന്തോ വന്നാലും അവർക്കൊന്നുമില്ല, പ്രളയം വന്നാലും അവർക്കൊന്നുമില്ല, ഇനിയിപ്പം ആകാശം ഇടിച്ചു വീണാലും അവർക്കൊന്നുമില്ല, രോഗം വന്നാലും എന്തോ വിഷയം അവർക്കൊന്നുമില്ല, അവർക്കൊന്നും ഉയർച്ച എന്ന് പറഞ്ഞ കാര്യവും കാണത്തില്ല. അപ്പം നമ്മുടെ ഈ ഞാനീ പറഞ്ഞ 3 തരക്കാരിൽ 1-ാമത്തെ ആളാവണം, 2-ാമത്തെ ആളാവണം, നിങ്ങൾ തന്നെ തീരുമാനിക്കുക, അതിനൊത്ത് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നല്ല സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ, ചീത്ത സ്വപ്നങ്ങൾ എല്ലാവരും ഒഴിഞ്ഞു പോകട്ടെ. എല്ലാവർക്കും ഈശ്വര പ്രാർത്ഥന, ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.